ഹലോ, നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 6ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. 1ാം ദിവസം നമ്മൾ ഒരു ഡീപ്പ് ഹെയർ ഓയിലിങ്ങും ഹെയർ വാഷിങ്ങും ഒക്കെ ചെയ്തു. 2ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെ, അതായത് അടുപ്പിച്ച് 4 ദിവസവും നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. തലമുടി കുറച്ചുകൂടെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, അതുപോലെ നല്ല സ്ട്രോങ്ങും ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തലമുടിയുടെ കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. തലമുടിയുടെ സ്ട്രക്ചർ തന്നെ മാറിയെന്ന് പറയാം. അപ്പം ഞാൻ ഹെയർ ഓയിലും കൂടെ കുറച്ച് കൊടുത്തിരുന്നു. അതായത് എനിക്ക് തലമുടി ഡ്രൈനസ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഡീറ്റാൻലിങ് ചെയ്ത സമയത്തും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ജടക്കെട്ടൊക്കെ മാറ്റി കെട്ടിവെക്കുന്നതിന് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് എന്താ പറയുക, ഓയിലും ഉണ്ട്, നല്ല സോഫ്റ്റും ആണ്, എന്നാൽ തലമുടി നല്ല സ്ട്രോങ്ങും ആണ്. ആ ഒരു രീതിയിലേക്ക് തലമുടിയുടെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തലമുടി ഒന്നുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും, അതനുസരിച്ചിട്ട് ഹെയർ ഗ്രോത്ത് കൂടുകയും ചെയ്യും തന്നെയാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എൻ്റെ ഈ 44 വയസ്സ് കഴിഞ്ഞുള്ള ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും തലമുടി സ്ട്രോങ് ആവുമെങ്കിൽ ചെറുപ്പം പ്രായമായിട്ടുള്ളവർക്കൊക്കെ തലമുടി കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ ആരും മടിപിടിച്ചൊന്നും ഇരിക്കാതെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ആദ്യ ഘട്ടമായിട്ട് ഒരു 10 days ഹെയർ കെയർ റൊട്ടീനാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ തലമുടി കൊഴിച്ചിലൊക്കെ മാറി, നല്ല തലമുടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, അതുപോലെ സ്ട്രക്ചറൊക്കെ മാറി നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. തലമുടി മാനേജ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പാക്കാണ് തേക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുടിയുടെ ഗ്രോത്ത് ഒക്കെ വളരെ നല്ല രീതിയിൽ കൂടുവാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്തിട്ട് ഹെയർ പാക്കിലോട്ട് പോകാം. ചെറുതായിട്ട് ചൂടാക്കിയ സ്റ്റീൽ തവിയിലോട്ട് ആവശ്യത്തിന് ഹെയർ ഓയിൽ എടുത്തിട്ട് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ ഹെയർ ഓയിൽ നല്ല രീതിയിൽ തലമുടിയിലും സ്കാൽപ്പിലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ ഓയിൽ മസാജിങ് ചെയ്തത് 1ാമത്തെ ദിവസമായിരുന്നല്ലോ. പിന്നീടുള്ള ദിവസങ്ങളിൽ തലമുടിയിലെ എണ്ണമയം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെയും വൈകുന്നേരവും മാത്രമാണ് എണ്ണ പുരട്ടി കൊടുത്തത്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് എണ്ണയൊന്നും പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ തന്നെ ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം തലമുടി കുറച്ച് ഡ്രൈ ആകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ തലമുടി നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി കിട്ടും, തലമുടി കൊഴിച്ചിൽ പൂർണ്ണമായും മാറി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് നല്ല രീതിയിൽ തന്നെ ഹെയർ ഓയിൽ തേക്കണമെന്ന് ഞാൻ പറഞ്ഞത്. തലമുടിയുടെ അറ്റം കട്ട് ചെയ്തതുകൊണ്ട് മുടിത്തുമ്പിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തലമുടി വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. മുടി നല്ല രീതിയിൽ തന്നെ നീളം വെക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണമേന്മയുള്ള ഹെയർ ഓയിൽ അത് വിധിപ്രകാരം തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ വളരും. അതായത് തലമുടിയിൽ എണ്ണ തേക്കുമ്പോൾ ഇതൊരു മർമ്മസ്ഥാനമാണ് കേട്ടോ. നമ്മുടെ ചെവിക്ക് മുകളിലായിട്ട് നെറുകയുടെ താഴെയായിട്ടുള്ള ഈ വശം, ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ വശത്ത് എണ്ണ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടി വളർച്ച വളരെ കൂടുതലും ആയിരിക്കും. തലമുടിക്ക് നല്ല തിക്നെസ് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. എണ്ണയെല്ലാം പുരട്ടി ഒരു 20 മിനിറ്റിന് ശേഷം ഹെയർ പാക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയത് ഞാൻ ഇന്നലെ രാത്രിയിലെ ഫ്രഷ് കഞ്ഞിവെള്ളവും 3 തണ്ട് മുരിങ്ങയില എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇന്നലെ രാത്രിയിലെ ചോറ് വെച്ചപ്പോൾ എടുത്ത ഫ്രഷ് കഞ്ഞിവെള്ളമാണ്, ഇളം ചൂടുണ്ടായിരുന്നു. ഇതിലോട്ട് ഞാൻ ഒരു വലിയ സ്പൂണ് കരിഞ്ജീരകവും ഉലുവയും പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കരിഞ്ജീരകവും ഉലുവയും മുരിങ്ങയിലയും ഒക്കെ തന്നെ എന്താണ്, നല്ല ചൂടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മഴക്കാലത്തൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തും. പക്ഷെ നമുക്ക് നീർപ്പിടുത്തവും നീർക്കെട്ടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുരിങ്ങയില എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കൈകൊണ്ട് ഞെവിടെ ഇടാമെന്ന് ഞാൻ നാളെ വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൻ്റെ സത്ത് പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചിടുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ മുരിങ്ങയിലയും കൂടെ ചതച്ചിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇവിടെ മൂടി വെക്കുകയാണ് കേട്ടോ.
രാത്രി മുഴുവനും ഇങ്ങനെ ഇരുന്ന് കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും ഉലുവയും ഒക്കെ കുതിർന്ന് അതുപോലെ മുരിങ്ങയിലയുടെ സത്തൊക്കെ ഇതിലോട്ട് ചേർന്ന് നല്ല സെറ്റ് ആവും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോഴേക്ക് കണ്ടോ, ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന അരിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, നല്ല രീതിയിൽ അരിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തുണി ഉപയോഗിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഞാനിത് 2 അരിപ്പയിലും അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഈ അരിപ്പയിലും കൂടെ അരിച്ചെടുത്തത്. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇത് നല്ല ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ പകുതി മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പകുതി മാത്രം എടുത്തിട്ട് ഒരു മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം കൂടെ ചേരുമ്പോഴാണ് റിച്ച് പ്രോട്ടീൻ ആവുന്നത്. മുരിങ്ങയിലയിൽ പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ കഞ്ഞിവെള്ളത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ പ്രോട്ടീൻ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം കൂടി ഒഴിക്കുമ്പോഴേക്കും റിച്ച് പ്രോട്ടീനായി. അപ്പോൾ ഇത് കഞ്ഞിവെള്ളവും മുരിങ്ങയിലൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടി കുറച്ച് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ചേരുമ്പോഴേക്കും തലമുടി എന്ത് ചെയ്യും, നല്ല സോഫ്റ്റ് ആവും, നല്ല മിനുസം ഉണ്ടാവും, തിളക്കം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങും ആവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പകുതിയിലെടുത്തിട്ട് പകുതി തലമുടി കഴുകാൻ മാറ്റി വെച്ചിട്ട് പകുതിയിലോട്ട് മാത്രം മുട്ടയുടെ വെള്ളം അടിച്ച് യോജിപ്പിച്ച് തലയിൽ തേച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് തലയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, സ്കിൻ കെയറും കൂടെ ചെയ്യുന്നുണ്ട് കണ്ടോ, സ്കിൻ കെയർ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ കെയറിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടിയുണ്ട്, ഓട്സ് പൊടിച്ചത്, തേന്, ഗ്ലിസറിന്, ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിലോട്ട് ഞാനൊരു 2-3 തുള്ളി നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സൺടാനൊക്കെ മാറും. അതുപോലെ ഈവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ നമുക്ക് ഫേസിലും നെക്കിനും ഒക്കെ കിട്ടാനും മുഖത്ത് ചെറിയ രീതിയിലുള്ളൊരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ഞാൻ അടപ്പിന് ഹോളുള്ള ഒരു കുപ്പിയിലോട്ട് നമ്മുടെ ഹെയർ പാക്ക്, അതായത് കുറച്ച് ലൂസായിട്ടുള്ള ഹെയർ പാക്കാണ് ഇതൊഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് തലമുടി കഴുകാൻ നേരത്തെ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത് തലമുടി നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലുള്ള ഹെയർ പാക്ക് നല്ല രീതിയിൽ തന്നെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ മുടിയുടെ അറ്റമൊക്കെ വെട്ടിയിരിക്കുന്നത് കൊണ്ട് ഈ അറ്റം നല്ല രീതിയിൽ തന്നെ ഹെയർ പാക്കിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഹെയർ പാക്ക് തേച്ച് കൊടുക്കണം. കൂടുതലും നമ്മൾ മുടിയുടെ പുറമെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്നാലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള 10 ഡേയ്സ് ഹെയർ കെയർ റൊട്ടീൻ്റെ 6ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിങ്ങും ഹെയർ വാഷിങ്ങും ചെയ്തു. പിന്നീട് അടുപ്പിച്ചുള്ള 4 ദിവസം ഒരേ തന്നെ ഹെയർ പാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പറ്റുന്നവർ ഡെയിലി ചെയ്യുക, അല്ലാത്തവർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസായിട്ട് കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 6ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ മറ്റന്നാൾ തേക്കേണ്ടത്. നാളെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട, വെറുതെ ഒന്ന് ഹെയർ വാഷ് ചെയ്യാം, വാഷ് ചെയ്യേണ്ടാത്തൊരു വാഷ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് 6ാമത്തെ ദിവസം ആവും. അപ്പോൾ മറ്റന്നാളാകുമ്പോൾ 8 ദിവസം കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വരുന്നത് ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. അത് മുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുമായിട്ട് 9ാമത്തെ ദിവസം വരാം. അപ്പോൾ തലമുടി കഴുകിയിട്ടുള്ളൊരു റിസൾട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്